കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രി വൺ. സോ എല്ലാവരെയും ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് വെൽക്കം ചെയ്യാണ്. And today we are going to discuss MSW 002, MSW and MSW counseling. Okay, both general and counseling സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് വരുന്ന പേപ്പറാണ് ഈ പറയുന്ന MSW 002 എന്ന് പറയുന്നത്. സോ നമ്മൾ അതായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഇപ്പം നമുക്ക് MSW 002 ആണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടേമിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു PYQA എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു PYQA എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ 2021 ടു ജൂൺ 2025 എടുക്കുമ്പോൾ നമുക്ക് 8 ടേമിന്റെ എക്സാമിനേഷൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാപ്പ് ഔട്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു PYQA നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ, ഒരു കമ്പാനിയൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയുള്ള എക്സാം പാറ്റേൺ ആയിരിക്കും, എങ്ങനെയുള്ള എക്സാം പാറ്റേൺ ആണ് ഈ പറയുന്ന MSW 002 ചോദിച്ചിട്ടുള്ളത്. ഹൈലായിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വന്നിട്ടുണ്ട്. ദെൻ നമുക്കൊരു 2 ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെറ്റ്സ് വരുന്നുണ്ട്, സെറ്റ് A ആൻഡ് സെറ്റ് B എന്ന് പറഞ്ഞിട്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ വെദർ യു ആർ സ്റ്റാർട്ടിങ് ഫ്രഷ് അല്ലെങ്കിൽ ദറ്റ് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ദിസ് ഗൈഡ് വിൽ ഹെൽപ്പ് യു ഫോക്കസ് യുവർ പ്രിപ്പറേഷൻ വെർ ഇറ്റ് മാറ്റേഴ്സ് മോസ്റ്റ്. ഓക്കെ, സോ സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്. നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ്സ് എ പ്രോസസ് അല്ലേ, അത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമല്ല. നമുക്ക് ഇതിൽ ഒന്നിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. സോ ഹൗ ടു യൂസ് ദിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഏത് രീതിയിൽ ഇപ്പം നിങ്ങൾ കറന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. സോ ഹൗ ടു മാച്ച് യുവർ കറന്റ് പ്രിപ്പറേഷൻ വിത്ത് ദിസ് എന്താ പറയാ ഈ പറയുന്ന നമ്മളുടെ ഗൈഡായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ 7 days സ്പ്രിന്റ് ആണ്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ്. ഓക്കെ, ടേമിന്റെ എക്സാമിനേഷന് മുന്നേ 1 week മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഇനി എന്താ പറയാ ഈ ഒരു സബ്ജക്റ്റ് എടുത്താൽ 7 day പ്രിപ്പറേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് മാച്ച് ആവുന്നത്. സോ ഒരു day 1 to 2 എടുത്താൽ നിങ്ങൾ മെയിൻ ആയിട്ടും ഹൈൽ ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ ടോപ്പിക്സുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലോക്ക് 3 യൂണിറ്റ് 3 സത്യാഗ്രഹ, ബ്ലോക്ക് 4 യൂണിറ്റ് 3 പോളിസി ഫോർമുലേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 3 സോഷ്യൽ മൂവ്മെന്റ്സ്, ഇതൊക്കെ ഒരു ഹൈൽ ടോപ്പിക്സ് ആണ്. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകളും കാര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാനും അതിനെ ഒന്ന് എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കാനും ഒക്കെ ഹൈൽ ടോപ്പിക്സുകളൊന്ന് മെയിൻ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു 1-2 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമുക്കുള്ളത് പാർട്ട് 2 ആണ്, 30 day പ്ലാൻ ആണ്, സ്റ്റഡി പ്രിപ്പറേഷൻ ആണ്. അവിടെ ബ്ലോക്ക് വൈസ് ആയിരിക്കും. നിങ്ങൾ വീക്ക് 1 ഇപ്പോൾ എന്താ പറയാ 1 ബ്ലോക്ക് റീഡ് ചെയ്യുന്നു, ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ പറയാ അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് 2 കൂടെ റീഡ് ചെയ്യുന്നുണ്ട് SLM-ല്. ആൻഡ് നമ്മളുടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതാന്നൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ അങ്ങനെ ഒരു week 4 വരെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 അങ്ങനെ എന്താ പറയാ ഒരു വീക്കില് അത്യാവശ്യം മാക്സിമം ബ്ലോക്സുകൾ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോ വീക്ക് 1 എന്ന് പറയുമ്പോഴത്തേക്കും റീഡ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഫ്രം SLM, ദെൻ മാപ്പ് ഈച്ച് സെക്ഷൻ ടു ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എൻട്രീസ്. പിന്നെ നിങ്ങൾക്കുള്ള ബാക്കി വീക്കുകളിലും നിങ്ങൾ ഈ പറയുന്ന ബ്ലോക്ക് വൈസുകൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ അതാണ് പാർട്ട് 2, ദ 30 day പ്ലാൻ സ്റ്റഡി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്.
പിന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഫുൾ കോഴ്സ് അപ്രോച്ച് ആണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് അത്രയും സമയം എന്താ പറയാ, ഇനിയിപ്പോ നിങ്ങൾക്ക് അത്ര സമയം ഇല്ല. പക്ഷെ നമ്മൾ ഒരു പാത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എൻറ്റയർ എല്ലാം ബ്ലോക്ക് ബൈ ബ്ലോക്ക് തന്നെ എല്ലാം ത്രൂ ഔട്ട് ഗോ ത്രൂ ചെയ്യാം. സമ്മറി നോട്ട്സ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുക, ഒരു 3-4 സമ്മറി നോട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു യൂണിറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോർ MSW2. സോ 100 മാർക്കിനുള്ളതായിരിക്കും. 3 മണിക്കൂർ എക്സാം ആണ്. യൂഷ്വലി 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് 20 മാർക്സ് പെർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 2 ബേസിക്കലി ലോങ് എസ്സേസ് ആണ്. 600 വേർഡ്സിന് ആയിരിക്കും. ഓർ ചോയ്സ് A or B എന്നുള്ള രീതിയിൽ ഓർ ചോയ്സിനായിരിക്കും 20 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 വരുന്നത് ലോങ് എസ്സേ ഫോർമാറ്റിലായിരിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുമ്പോഴത്തേക്കും ആൻസർ ഇനി 2 out of 4 സബ് ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. 10 മാർക്ക് വെച്ചിട്ട് 300 വേർഡ്സിനായിരിക്കും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുമ്പോഴത്തേക്കും സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 6 എണ്ണം കാണും. അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യുക. 5 മാർക്ക് വെച്ചിട്ടായിരിക്കും 150 വേർഡിനുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ വരുന്നത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ലോങ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ 20 + 20 ഒരു അല്ലെ 600 വേർഡ്സ് മൊത്തം വരുന്നുണ്ട്. 300 + 300 40% ആണ് അവിടെ മാർക്ക് സ്കോർ ചെയ്യുക. ഷോർട്ട് നോട്ട് വരുമ്പോൾ 20, ഷോർട്ട് ആൻസേഴ്സ് വരുമ്പോഴും 20, മീഡിയം എസ്സേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20. അങ്ങനെയാണ് എക്സാം പേപ്പർ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് നമുക്ക് നോക്കാം. ഹൈ ഈൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ടയർ സിസ്റ്റം വെച്ചിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഹൈ ഈൽഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പിയർഡ് ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ. ഓക്കെ, എല്ലാ സെഷനിലും മോസ്റ്റ്ലി അപ്പിയർ ചെയ്യുന്നതിനെയാണ് ഹൈ ഈൽഡ് എന്ന് പറയുന്നത്. മീഡിയം ഈൽഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് അപ്പിയറൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്പിയർ ചെയ്യുന്നുണ്ട്, സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ ഒക്കേഷണലി, അങ്ങനെ വലുതായിട്ട് എപ്പോഴും ഒന്നും ഇത് അപ്പിയർ ചെയ്യാറില്ല. സോ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാന്നുള്ളത് മാത്രം നിങ്ങൾ ലോ ഈൽഡ് ടോപ്പിക്കിൽ നോക്കിയാൽ മതിയാവും. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു ടയർ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഒരു ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് എടുത്താൽ 9 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2025 ചോദിച്ചത്. 3 ടയർ ആണ് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ്സ് 8 ടൈംസ് വന്നിട്ടുണ്ട്. ജൂൺ 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ടയർ 3 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇനിഷ്യേറ്റീവ്സ് ത്രൂ സോഷ്യൽ മൂവ്മെന്റ്സ് 14 വട്ടം ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. 3 ടയർ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് ബൈ NGOs 9 ടൈംസ്. ജൂൺ 2025 ലാസ്റ്റ് വന്നു. 3 ടയർ ആണ്. ബ്ലോക്ക് 2 എടുത്താൽ യൂണിറ്റ് 1 ഹിന്ദുയിസം ആൻഡ് സോഷ്യൽ വർക്ക് ഫ്രീക്വൻസി 4 ആണ്. ഡിസംബർ 2024 ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ടൈം. 2 ടയർ ആണ്. ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 2 ഇസ്ലാം ആൻഡ് സോഷ്യൽ വർക്ക് 7 ടൈംസ് ആണ്. ജൂൺ 2025 ലാസ്റ്റ് വന്നു. 3 ടയർ ആണ്. യൂണിറ്റ് 3 എടുക്കുമ്പോൾ സിഖിസം ആൻഡ് സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂൺ 2025 ഓക്കെ, ആൻഡ് അത് വരുന്നതും 3 ടയർ സിസ്റ്റം ആണ്. പിന്നീട് യൂണിറ്റ് 4 വരുമ്പോഴത്തേക്കും ജൈനിസം ആൻഡ് സോഷ്യൽ വർക്ക് 8 ടൈം ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ജൂൺ 2025 3 ടയർ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ യൂണിറ്റ് 5 ബുദ്ധിസം ആൻഡ് സോഷ്യൽ വർക്ക് അത് 5 തവണ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂൺ 2025 ടയർ എന്ന് പറയുമ്പോഴത്തേക്കും 2 ടയർ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 ക്രിസ്ത്യാനിറ്റി ആൻഡ് സോഷ്യൽ വർക്ക് എടുത്താൽ ഫ്രീക്വൻസി 2 ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡിസംബർ 2023 നമുക്ക് കുറച്ച് പുറകിലാണ്, നമുക്ക് മനസ്സിലാവും. ടയർ വരുന്നത് 1 ആണ്, സ്റ്റാർ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഗാന്ധിസ് പെർസെപ്ഷൻ ഓഫ് ആൻ ഐഡിയൽ സൊസൈറ്റി 5 ആണ് ഫ്രീക്വൻസി. ലേറ്റസ്റ്റ് ആയിട്ട് ജൂൺ 2024 വന്നിട്ടുണ്ട്. 3 ടയർ ആണ്. യൂണിറ്റ് 2 ഗാന്ധിസ് ചാർട്ടർ ഓഫ് സോഷ്യൽ റീകൺസ്ട്രക്ഷൻ 4 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആൻഡ് ടയർ 2 ആണ്. യൂണിറ്റ് 3 ഗാന്ധി ആൻഡ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആൻഡ് സത്യാഗ്രഹ 10 ടൈംസ് ആണ് വന്നിട്ടുള്ള ഫ്രീക്വൻസി. ജൂൺ 2025 ടയർ വരുന്നത് 3 ആണ്. യൂണിറ്റ് 4 ഗാന്ധി ആൻഡ് സോഷ്യൽ വർക്ക് ദി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഫ്രീക്വൻസി 5 ആണ്. ജൂൺ 2025 3 ടയർ ആണ്. യൂണിറ്റ് 5 സോഷ്യൽ വർക്ക് ഇൻ പോസ്റ്റ് ഗാന്ധിയൻ എറ
എയ്റ്റ് ടൈം ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. December 2024 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 3 ടയർ ആണ്. ദെൻ നമുക്ക് ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഗ്രോത്ത് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് 11 ടൈം ആണ് ഫ്രീക്വൻസി, June 2025 and 3 ടയർ. യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് ലിറ്ററേച്ചർ 8 ടൈം ഫ്രീക്വൻസി ആണ്, June 2025 ആണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്, 3 ആണ് ടയർ വരുന്നത്. Then Unit 3, Involvement of Social Workers in National Development Policy, 12 ടൈം വന്നിട്ടുണ്ട്, June 2025 ആണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. Then ടയർ 3 ആണ്. Unit 4, Career Prospects in Professional Social Work, frequency 10, latest June 2025, ടയർ 3. Okay. സോ ഇത് നമ്മളുടെ ആ ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ നമുക്കൊരു മാപ്പിൽ കാണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹൈൽഡ് ആയിട്ടുള്ളതിനെയാണ് റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ പ്രോബിലിറ്റി കുറഞ്ഞതിന് മീഡിയം ആയിട്ടുള്ളതിന് യെല്ലോ കളറും ആൻഡ് ദെൻ നമുക്ക് ഭയങ്കര ലോ ആയിട്ടുള്ളതിനെയാണ് ആ ഒരു ബ്ലൂ കളറിലും ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താ പറയാ ഏതൊക്കെ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റുകളാണ്, ഫസ്റ്റ് ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റുകൾ ലൈക്ക് എത്ര തവണ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടേബിൾ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു മാപ്പ് ഔട്ട് ചെയ്തിട്ടൊരു ടേബിൾ ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സാധനമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. So history of social work initiatives through social movements, 13 questions and നമുക്ക് 7 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. സോ അനലൈസ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി, അത് ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രേക്കിന്റെ സൈൻ അല്ലെങ്കിൽ ഒരു ഫയർ സൈൻ കൊടുത്തിട്ടുള്ളത്. Then discuss the role and contribution of Dravidian movement, SNTP movement and Maha movement in Indian society. ഇതും നമുക്ക് എന്താണ് നമ്മുടെ പഠിക്കാനുള്ളതാണ്, നമ്മളുടെ ലൈക്ക് MSW2 പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അതും ഒരു എന്താ പറയാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഡിസ്കസ് എനി 2 ഇമ്പോർട്ടൻറ്റ് പെസന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഡിസ്കസ് എനി 2 എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ആൻഡ് ദർ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അപ്പം ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Then history of social work individual initiatives, 6 questions ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൽ ഡിസ്കസ് റോൾ ഓഫ് ജ്യോതിബ ഫ്യൂലെ, ശ്രീനാരായണ ഗുരു ആൻഡ് രാജാറാം മോഹൻ റോയ് in removing various social problems prevalent in Indian society. ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്സിസ്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവർ ചെയ്തിട്ടുള്ള റോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്കസ് റോൾ ഓഫ് BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് വിനോബ ഭാവെ in the empowerment of the weaker sections of society. Then write a short note on Rajaram Mohan Roy, write a short note on Jyotiba Phule. ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അഗെയിൻ ദ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിംവർക്കും നമ്മുടെ ഇൻസൈറ്റ് ലേൺവൈസ് PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത യൂണിറ്റ് എടുത്താൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് എടുത്താൽ 5 questions ആണ്. അതിൽ 2 എണ്ണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡിസ്കസ് നേച്ചർ ഓഫ് വെൽഫെയർ സർവീസസ് ഡെലിവേർഡ് ഇൻ ഏൻഷ്യന്റ് കൊളോണിയൽ ആൻഡ് മോഡേൺ ഫേസസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ബ്രീഫ്ലി റൈറ്റ് അബൌട്ട് ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. തേർഡ് വൺ ഡിസ്കസ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ചൈൽഡ് വെൽഫെയർ ഇൻ ഇന്ത്യ. ഫോർത്ത് വൺ integrating the tribal people into mainstream became the major focus of the government after independence. Explain the statement. Okay, അതായത് നമ്മളുടെ ഗവൺമെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എടുത്താൽ ഈ പറയുന്ന ട്രൈബൽ പീപ്പിളിനെ മെയിൻ സ്ട്രീമുള്ള ആളുകളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യിക്കുക, അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് ബൈ NGOs. 4 questions, 3 എണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഹൈലൈറ്റ് ദ റോൾ ഓഫ് NGOs ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ. അത് ചോദിച്ചിട്ടുള്ള അത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അതിന്റെ ആൻസർ നമ്മുടെ PYQ ബുക്ക്ലെറ്റിൽ ഉണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വോളണ്ടറി ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NAPSWI,
റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ RCI, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ ആ ഒരു ഫയർ സൈൻ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇതെല്ലാം പഠിക്കേണ്ടതാണ്, പക്ഷെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് തന്നെയാണ് നമ്മൾ ആ ഒരു സ്ട്രീക്ക് സൈൻ കൊണ്ടിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ നാഷണൽ ഡെവലപ്മെന്റ് പോളിസി. ഇതിൽ 3 എണ്ണാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ഔട്ട് ഓഫ് 4. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. Explain the process of policy formulation. Substantiate your answer with a diagram. Write a short note on social policy. Write a short note on advocacy. Okay. അടുത്ത Sikhism and social work ആണ്. Explain the linkage of values, principles and ethics of Sikhism with social work. Next question, highlight the social work ideals inherent in Sikhism. അടുത്തത് write a short note on the 5 case articles of faith in Sikhism. അപ്പൊ ആ ഒരു 3 ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് സോഷ്യൽ വർക്ക് ഐഡിയാസ് ഇൻഹറന്റ് ഇൻ സിക്കിസം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ജൈനിസം ആൻഡ് സോഷ്യൽ വർക്ക് എടുത്താൽ 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഹൈലൈറ്റ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ജൈനിസം ടു സോഷ്യൽ വർക്ക്. വാട്ട് ആർ ദ 5 vows in Jainism? Write a short note on അപരിഗ്രഹ. ഓക്കെ, ഗാന്ധിയൻ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ഇൻ സത്യാഗ്രഹ 3 ക്വസ്റ്റ്യൻസ്, അതിൽ 3 എണ്ണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. List down the 8 techniques of Satyagraha. Explain any 4 with suitable examples. Explain the concept and philosophy of Satyagraha. അതുപോലെ തന്നെ describe the characteristics features of Satyagraha. Okay. അടുത്തത് കരിയർ പ്രോസ്പെക്ട്സ് ഇൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അടുത്തത് കരിയർ പ്രോസ്പെക്ട്സ് ഇൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൽ നമുക്ക് നോക്കിയാൽ 3 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണമാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ്. Enumerate the social work settings and field of social work practice which can be career options. Write a short note on gerontological social work. അതുപോലെ തന്നെ write a short note on criminology and correctional social work. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. അടുത്ത ഹിന്ദുയിസം ആൻഡ് സോഷ്യൽ വർക്കിൽ 2 ക്വസ്റ്റ്യൻസിൽ 1 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഡിസ്കസ് ദ വർക്ക് ഓഫ് ഹിന്ദു റിലീജിയസ് ഓർഗനൈസേഷൻസ് ഫോർ പീപ്പിൾസ് വെൽഫെയർ. എക്സ്പ്ലെയിൻ ദ അഫിനിറ്റി ബിറ്റ്വീൻ ഹിന്ദുയിസം ആൻഡ് മോഡേൺ സോഷ്യൽ വർക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ്സ് നോക്കാം. 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് ആണ്, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഫുൾ വർക്ക് ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസിന്റെ ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 3 മണിക്കൂർ അറ്റംപ്റ്റ് എനി 5 ആണ്. 20 മാർക്ക് ആണ് നമുക്ക് എന്ത് വരുന്നത്, മാർക്കായിട്ട് വരുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്കസ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ ആൻഡ് ട്രേസ് ഇറ്റ്സ് വാല്യൂസ്, ട്രേസ് ഇറ്റ്സ് ഇവല്യൂഷൻ ഫ്രം ഇൻഡിജീനിയസ് ചാരിറ്റി ടു പ്രൊഫഷണൽ പ്രാക്ടീസ്. അല്ലെങ്കിൽ എക്സാമിൻ ദ റോൾ ഓഫ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഓഫ് ദ 19th and 20th centuries ഇൻ ഷേപ്പിംഗ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ. അപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സെറ്റ് ആണ്, അതായത് ക്വസ്റ്റ്യൻ 1 and 2 ഓറാന്ന് പറഞ്ഞില്ല. അപ്പം ഇതിൽ ഒന്നെങ്കിൽ ആ ഒരു ഓറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 വരുമ്പോൾ അവിടെയും ആ ഒരു A or B വരുന്നുണ്ട്. അതിൽ A എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഗാന്ധിസ് ഐഡിയൽ സൊസൈറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ്സ് വാല്യൂസ് കണ്ടിന്യൂ ടു ഇൻഫോം കോൺടെമ്പററി ഇന്ത്യൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ്. അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ ദ റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് സ്യൂട്ടബിൾ ഇന്ത്യൻ എക്സാമ്പിൾസ്. അപ്പം അവിടെയും ആ ഒരു ഓറിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാന്നുള്ളതാണ്. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 വരുമ്പോഴത്തേക്കും നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് 4 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ട്, 2 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ A എന്ന് പറഞ്ഞാൽ ഡിസ്കസ് സോഷ്യൽ വർക്ക് വാല്യൂസ് ഇൻഹറന്റ് ഇൻ സിക്കിസം. B എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് ഭൂദാൻ ആൻഡ് ഗ്രാംദാൻ മൂവ്മെന്റ് ആണ്. C എന്ന് പറഞ്ഞാൽ ട്രേസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. D എന്ന് പറഞ്ഞാൽ ഡിസ്കസ് കോൺട്രിബ്യൂഷൻ ഓഫ് NGOs ടു സോഷ്യൽ വെൽഫെയർ സർവീസസ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കിയാൽ A, B, C, D, E, F 5 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് എന്താ എഴുതേണ്ടത്, 4 ഓക്കെ എണ്ണം അറ്റൻഡ് ചെയ്യണം. സോ ആൻസർ 4 ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ആണ്. 6 എണ്ണത്തിലാണ് കേട്ടോ 4 അറ്റൻഡ് ചെയ്യേണ്ടത്. സോ A എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ 8 ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഈ 8 എണ്ണത്തിൽ 6 എണ്ണത്തിൽ 4 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഡിസ്ക്രൈബ് ദ 8 ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹ ഉണ്ട്. Define social policy and its components. State the 5 vows in Jainism. Highlight the contribution of Brahma Samaj. Explain the various settings of social work practice. Discuss concept of socially engaged Buddhism. അങ്ങനെ A to F 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. അടുത്തത് നമുക്ക് നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ എനി 5 out of 8 ആണ്. 8 എണ്ണത്തിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. തലീബ് മൂവ്മെന്റ്, തബ്ലീഫ് മൂവ്മെന്റ്, NAPSWI. C Indigo revolt of 1860. D indigenous literature. E
gerontological social worker, F civil disobedience, G അപരിഗ്രഹ, H voluntary health association of India. അപ്പൊ 8 ഓപ്ഷൻസിൽ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യണം? 5 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത സെറ്റ് ബി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നോക്കാം. പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് പേപ്പർ ആണ്. Question number 1, trace the role of state, individuals, social movements and NGOs in the evolution of social work practice in India. അല്ലെങ്കിൽ discuss the contribution of Christianity, Islam and Buddhism to the growth of welfare services in India. Okay, അപ്പൊ ആ ഒരു എ ഓർ ബിയിൽ എ അല്ലെങ്കിൽ ബി അറ്റൻഡ് ചെയ്യാം. Question number 2 എന്ന് പറഞ്ഞാൽ examine the philosophy and characteristic features of Satyagraha and assess its relevance to present day social action, or discuss Gandhi's 19-point constructive program and explain how 4 of its components remain relevant to social work practiced today. അതിൽ ആ ഒരു എ ഓർ ബിയിൽ എ അല്ലെങ്കിൽ ബി അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 വരുമ്പോഴത്തേക്കും 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്യാം. ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 300 വേർഡ്സ് ആണ്. ഡിസ്കസ് ദ റോൾ of Ambedkar in the empowerment of weaker sections. Then explain the affinity between Hinduism and modern social work. C, describe the trends and gaps in Indian social work literature. And T, discuss any 2 environmental movements with examples. Okay, പ്രാക്ടീസ് സെറ്റ് ബിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 എടുത്താൽ നമുക്ക് 6 എണ്ണത്തിൽ 4 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എ, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പോളിസി ഫോർമുലേഷൻ വിത്ത് എ ഡയഗ്രം. ബി, ഹൈലൈറ്റ് ദ റോൾ ഓഫ് ശ്രീ നാരായണ ഗുരു ഇൻ സോഷ്യൽ റീഫോം. സി, സ്റ്റേറ്റ് ദ 8 പെർസ്പെക്ട്സ് ഇൻ ബുദ്ധിസം. D, discuss the demerits of Woodhan and Gramdan movement. E, explain criminology and correctional social works as a career. F, state the objectives of NAPSWI. Question number 5 എടുത്താൽ write short notes on any 5 of the following in about 100 words. A, Chipko movement. B, 5 Ks of Sikhism. C, Swadeshi. D, advocacy. E, Silent Valley project. F, Rajaram Monroy. G, RCI ആണ്. ദെൻ എച്ച് കേര സത്യാഗ്രഹ. ഇതിൽ 5 എണ്ണം എന്ത് ചെയ്യുക? ഈ 8 എണ്ണത്തിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നമുക്ക് ഉണ്ട്, ആൻഡ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ നമ്മളുടെ ആപ്പാണ്. അതായത് ആൻസർ റൈറ്റിംഗ് ലൈക് മോഡൽ, നമ്മുടെ ഇതിന്റെ ആൻസർ ഫുൾ ആൻസേഴ്സ് ഉള്ളത് നമ്മളുടെ ആപ്പിലാണ്. ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടൂൾ കിറ്റ് ലൈക് ഹൗ ടു ഫ്രെയിം ആൻ ആൻസർ എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 500 തൊട്ട് 600 വേർഡ്സ് വരെയാണ് നിങ്ങൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു 2-3 സെന്റൻസ് കൊടുക്കുക, അത് നമ്മൾ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, എന്തുകൊണ്ടാണ് അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ദാറ്റ് വൈ ഇറ്റ് മാറ്റേഴ്സ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ആൻസറിന്റെ സ്കോപ്പും സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻട്രോ. ദെൻ ബോഡി എന്ന് പറയുമ്പോൾ 4 to 6 മെയിൻ പോയിന്റ്സ് കൊടുക്കുക. നമ്മൾ 4 to 6 മെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ഒരു പോയിന്റ് എഴുതാന്ന് മാത്രമല്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഓരോ പോയിന്റും ബ്രീഫ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ SLM അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനാരിയോയിൽ നിന്നും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടും നമ്മൾ ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആ ഈ പറയുന്ന ടോപ്പിക്കിന്റെ ഇംപ്ലിക്കേഷൻസ്, മോഡേൺ റെലവൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൺക്ലൂഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. സോ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിഫൈൻ ദ തിയറി ക്ലിയർലി. ആര് എപ്പോ എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഡിഫൈൻ ചെയ്യണം. SLMല് ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കോർ കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുക, ലിമിറ്റേഷൻസും ക്രിറ്റിസിസും ഒക്കെ അഡ്രസ് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ മോഡേൺ പ്രാക്ടീസോ അല്ലെങ്കിൽ റിലേറ്റഡ് തിയറി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ദ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ആ പറയുന്ന ഒരു ബാലൻസ്ഡ് ഒരു അനാലിസിസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്, അതിന്റെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാൻ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ ഡെപ്ത്, ക്ലാരിറ്റി, അതിനെ കോമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുക, അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നൊക്കെ ഉള്ളത് കാണിക്കുക. സോ യെസ്, അതാണ് അവിടെ പറയുന്നത്. ഇനിയിപ്പോ ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദ എക്സാം എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് റീഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. 30 മിനിറ്റ് നിങ്ങൾ ഓരോ ആൻസേഴ്സും എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് എടുക്കുക. നിങ്ങൾ 6 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ആൻസർ എഴുതിയത് കറക്റ്റ് ആണോ നമ്മളൊന്ന് റിവ്യൂ ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് ചെക്ക് ഒക്കെ ചെയ്യുക. ഏറ്റവും അവസാനം ഫൈനൽ റിവ്യൂ ചെയ്യുക, എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ്. അത് 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെയും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടൊന്നും അപ്പൊ സമയം കാണത്തില്ല.
ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ മേക്കപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങളൊരു 800 വേർഡ് ആൻസർ ജസ്റ്റ് ചുമ്മാ ഒന്നും ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതുന്നതിലും ഭേദം ഒരു 400 വേർഡ് ആൻസർ നിങ്ങൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുന്നതായിരിക്കും. ഓക്കെ, സോ അതും നിങ്ങളൊന്ന് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇതിന്റെയൊക്കെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് സെറ്റ് ബി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക്ലെറ്റിൽ എല്ലാ ആൻസേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസും എക്സാം സ്ട്രാറ്റജീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ആൻസേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് യു ക്യാൻ എൻറോൾ നൗ അറ്റ് ലേൺ വൈസ്. കോളർ വാട്സ്ആപ്പ് 7592939616. ഓക്കെ, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോളർ വാട്സ്ആപ്പ് ചെയ്താൽ they will connect you and share every details with you. സോ അത്രേ ഉള്ളൂ. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.